നമസ്കാരം. 2026 PSC ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ഹിസ്റ്ററിയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നേരെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 1857 കലാപവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതൊക്കെയാണ്? നമ്മൾ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഝാൻസി റാണി ലക്ഷ്മിബായ്, കാൺപൂർ നാനാ സാഹിബ്, ഡൽഹി ഭക്ത് ഖാൻ. ആൻസർ വരുന്നത് ഏതാണ്? ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എല്ലാ ജോഡികളും ശരിയാണല്ലേ. അപ്പോൾ 1, 2, 3 ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ് അല്ലേ, ശരിയാണ്. കാൺപൂരിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബും പിന്നെ അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായിരുന്ന താന്തിയ തോപ്പിയുമായിരുന്നു. അത് കറക്റ്റാണ്. ഡൽഹിയിൽ കലാപത്തിൻ്റെ ഔദ്യോഗിക നേതാവ് ബഹദൂർ ഷാ രണ്ടാമനായിരുന്നെങ്കിലും സൈനിക നേതൃത്വം നൽകിയത് ആരാണ്? ജനറൽ ഭക്ത് ഖാനാണ്. ഇപ്പോൾ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ചുവടെ തന്നിരിക്കുന്ന സമരങ്ങളുടെ ശരിയായ കാലഗണന ഏതാണ്? ഓക്കെ, ശരിയായ കാലഗണന നമുക്ക് എന്തറിഞ്ഞിരിക്കണം? ഓരോന്ന് നടന്ന വർഷം അറിഞ്ഞിരിക്കാം. നോക്കി, അഹമ്മദാബാദ് മിൽ സമരം എന്നാണ് നടന്നത്? അഹമ്മദാബാദ് മിൽ സമരം 1918 മാർച്ച് അല്ലേ. ഇനി റൗലറ്റ് നിയമവിരുദ്ധ സമരം എന്നാണ് നടന്നത്? 1919. ചെമ്പാരൻ സമരം എന്നാണ്? 1917. ഇനി നമുക്കിത് നേരെ എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ ആദ്യം വരുന്നത് ഏതായിരിക്കും? ചെമ്പാരൻ, അത് കഴിഞ്ഞ് അഹമ്മദാബാദ് മിൽ സമരം, അത് കഴിഞ്ഞ് വരുന്നതാണ് റൗലറ്റ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 3, 1, 2 എന്നിവയാണ് അല്ലേ. 3, 1, 2. ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യത്തെ നിരാഹാര സമരമായിരുന്നു ഇത് അഹമ്മദാബാദ് മിൽ സമരം അല്ലേ. പിന്നെ അതുമാത്രമല്ല, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? അത് ചെമ്പാരൻ സമരമായിരുന്നു. ബീഹാറിൽ ചെമ്പാരൻ അല്ലേ, നീലം കർഷകർക്കായിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏതാണ്? നീൽ ദർപ്പൺ ദിനബന്ധു മിത്ര, രംഗഭൂമി രവീന്ദ്രനാഥ് ടാഗോർ, ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇപ്പോഴും നമ്മളോട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ വരും? ഏതാണ് ശരിയായിട്ടുള്ളത്? ഒന്നാമത്തെ ശരിയാണ്. നീൽ ദർപ്പൺ ആരുടേതാണ്? ദിനബന്ധു മിത്രയുടേതാണ് അല്ലേ, ശരിയാണ്. ബംഗാളിലെ നീലം കർഷകരുടെ ദുരിതങ്ങളെക്കുറിച്ച് പറയുന്ന നാടകമാണ്. അടുത്തത് രംഗഭൂമി രവീന്ദ്രനാഥ് ടാഗോറിൻ്റേതല്ല. ആരുടേതാണ്? മുൻഷി പ്രേംചന്ദിൻ്റെ നോവലാണ് അല്ലേ രംഗഭൂമി. അത് തെറ്റാണ്. ആനന്ദമഠം ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി, ഒന്നാമത്തെയും മൂന്നാമത്തെയും മാത്രം ശരി എന്നുള്ളതാണ്. ഇത് നമ്മൾ PSCയുടെ ഓരോ ക്വസ്റ്റ്യൻ, ഇപ്പോൾ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന BFOൻ്റെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് APO അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറിൻ്റെയാണ്. ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഫൈനൽ ആൻസർക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ എടുത്തിട്ടുള്ളൂ. നോക്കാം. വിഷവൃക്ഷം എന്ന നോവൽ രചിച്ചത് ഇവരിൽ ആരാണ്? വിഷവൃക്ഷം ആരാണ്? ആൻസർ പറഞ്ഞോട്ടെ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് കേട്ടോ. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഗീതാഞ്ജലി, പിന്നെ ഏതാണ്? ഗോര, അതൊക്കെ ആരുടേതാണ്? ഘരേ ബൈരേ, അതൊക്കെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റേതാണ്. ദെൻ അരവിന്ദ ഘോഷിൻ്റെയാണ് സാവിത്രി, ലൈഫ് ഡിവൈൻ തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെയാണ് കേട്ടോ. ദെൻ ബിപിൻ ചന്ദ്രപാലിൻ്റേതാണ് ദ സോൾ ഓഫ് ഇന്ത്യ. ആരുടേതാണ്? ബിപിൻ ചന്ദ്രപാലിൻ്റേതാണ് കേട്ടോ, ഓർത്തിരിക്കുക. അടുത്തത്, ഇൻ മെമ്മോറിയം എന്ന ചിത്രം ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻ മെമ്മോറിയം ഏത് ചരിത്ര സംഭവവുമായാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഒരു ചിത്രമാണ്. ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ടാട്ടോ. ഇത് ജോസഫ് നോയൽ പാറ്റൺ. ജോസഫ് കേട്ടോ, എന്താണ് പേര്? ജോസഫ്. ഓക്കെ, ജോസഫ് എന്നുള്ളത് ഓർത്തിരിക്കണേ. ജോസഫ് നോയൽ പാറ്റൺ എന്ന ബ്രിട്ടീഷ് ചിത്രകാരനാണ് ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത്. അത് 1857 കലാപകാലത്ത് കാൺപൂരിലെ ബ്രിട്ടീഷ് സ്ത്രീകളും കുട്ടികളും നേരിട്ട ആ ഒരു ദുരവസ്ഥയെ ചിത്രീകരിക്കുകയാണ് ഇവിടെ ഉണ്ടായത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒരു മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ന്യൂനപക്ഷ ജനതയുടെ പ്രതിനിധികളാണെന്ന് കളിയാക്കി പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ഏത് ലോർഡാണ്? ലോർഡ് ഡെഫറിൻ ആണ്. ഓപ്ഷൻ ബി, ലോർഡ് ഡെഫറിൻ ആണ് കേട്ടോ. ലോർഡ് ഡെഫറിൻ. ഓക്കെ, ലോർഡ് ഡെഫറിൻ ആണ്. 1885 കോൺഗ്രസ് രൂപീകരിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഡെഫറിൻ ആയിരുന്നു. തുടക്കത്തിൽ അനുകൂല നിലപാടൊക്കെ ആയിരുന്നു, പക്ഷേ പിന്നീട് കോൺഗ്രസിനെ അദ്ദേഹം ഇങ്ങനെ പരിഹസിക്കുകയൊക്കെ ഉണ്ടായി. ഓക്കെ, ഇതിൽ ലോർഡ് കോൺവാലിസ് എന്താ പ്രത്യേകത? കോൺവാലിസ് പ്രഭുവിന്
ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി അല്ലേ. ദെൻ ലോർഡ് കേഴ്സൺ 1905 ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി. ലോർഡ് റിപ്പൺ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ലോർഡ് റിപ്പണാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയായത് ഏത്? ശരിയായതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവത് വിശേഷിക്കപ്പെട്ടു. തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. അപ്പോൾ 1857 കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? 2ഉം 4ഉം. ഓപ്ഷൻ ബി 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത് അല്ലേ. നോക്കിയേ, കലാപത്തിൽ ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? നാനാ സാഹിബ് ആയിരുന്നോ? അല്ല, ബഹദൂർ ഷാ രണ്ടാമനും ഭക്ത് ഖാനുമായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലേ. നാനാ സാഹിബ് എവിടെയായിരുന്നു? കാൺപൂരിലാണ് നേതൃത്വം നൽകിയത്. അപ്പോൾ അതവിടെ തെറ്റിപ്പോയി. ദെൻ രണ്ടാമത് പറയുന്നത് ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്നൊരു ചെറുപഴമായി അവത് വിശേഷിപ്പിക്കപ്പെട്ടു അല്ലേ. അവത് വിശേഷിപ്പിക്കപ്പെട്ടു. അത് ശരിയാണ്. കാരണം ലോർഡ് ഡൽഹൗസി അവധിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ലോർഡ് ഡൽഹൗസിയാണ്. അങ്ങനെ 1856 ദുർഭരണം ആരോപിച്ച് അവധിനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചേർക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അത് വിശേഷിപ്പിച്ചത് ലോർഡ് ഡൽഹൗസിയാണ് കേട്ടോ, അത് ഓർത്തിരിക്കും. പിന്നെ മൂന്നാമത് എന്താണ്? തോമസ് ജോൺസ് ബാർക്കർ 1859 വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. ആണോ? അല്ല, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലേ. ഇൻ മെമ്മോറിയം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ ആണ്. തോമസ് ജോൺ ബാർക്കർ വരച്ചത് റിലീഫ് ഓഫ് ലക്നൗ ആണ് കേട്ടോ, അത് ഓർത്തിരിക്കുക. നാലാമത്തെ ശരിയാണ്, മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. എപ്പോഴും നിങ്ങൾ ചോദ്യം വായിക്കുമ്പോൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ അത്രത്തോളം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ചിലപ്പം ഇത് കണ്ട ബന്ധമില്ലാത്തവ, അങ്ങനെ ശരിയല്ലാത്തവ, അങ്ങനെയൊക്കെ ഉള്ളത് ശ്രദ്ധിക്കണം. നോക്കി, 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി. ക്രിപ്സ് ദൗത്യത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി യാത്ര ആരംഭിച്ചു. ബന്ധമില്ലാത്തവയാണ് ചോദിച്ചിട്ടുള്ളത്, അതായത് തെറ്റായവ അല്ലേ. ഏതാണ് വരുന്നത്? 1 അല്ലേ, സി. അതായത് 1 മാത്രമാണ് ബന്ധമില്ലാത്തത്, തെറ്റായത്. നോക്കിയേ, 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി എന്നാണ് പറയുന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനമാണോ അപ്പോൾ നിർത്തലാക്കിയത്? അല്ല. ഏതായിരുന്നു? നിസ്സഹരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആയിരുന്നു അല്ലേ. അപ്പോൾ അതാണ് അവിടെ തെറ്റുപറ്റിയത്. അടുത്തത്, ക്രിപ്സ് ദൗത്യത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. അത് ശരിയാണല്ലേ. 1942 ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടതോടെയാണ് 42 ഓഗസ്റ്റിലെ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ശരിയാണ്. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത് അല്ലേ. അതെ. ഇനി ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡി യാത്ര ആരംഭിച്ചു. അതും ശരിയാണ്. അപ്പോൾ അതിൽ തെറ്റായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ശ്രദ്ധിക്കാം. ഇതൊക്കെ നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി SCERT ചാപ്റ്റേഴ്സിൻ്റെ ഒരു ചാപ്റ്റേഴ്സ് 5 മുതൽ 10 വരെയുള്ള ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ കാണുക. അതിൻ്റെ MCQ സെക്ഷനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഹിസ്റ്ററി എന്തായാലും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചേക്കുന്ന കാര്യങ്ങളാണ്. അടുത്ത ചോദ്യം, വുമൺ APയുടെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? നിലവിലാരാണ്? വിക്രം മിശ്രിയാണ് അല്ലേ. വിക്രം മിശ്രി സെക്രട്ടറി ആണ് കേട്ടോ, ശ്രദ്ധിക്കണം എപ്പോഴും. ആരാണ് വിദേശകാര്യ സെക്രട്ടറി? അടുത്തത്, 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രമേത്? 1904 ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ അല്ലേ. യങ് ഇന്ത്യയും അതോടൊപ്പം തന്നെ നവജീവനും ഗാന്ധിജി ഇന്ത്യയിൽ വെച്ച് ആരംഭിച്ച പത്രങ്ങളാണ് അല്ലേ. സംവാദ് കൗമുദി അത് ആരുടെയാണ്? രാജാറാം മോഹൻ റോയുടേതാണ്. ഇതിലേതാ വരുന്നത്? ഇന്ത്യൻ ഒപ്പീനിയനാണ് വരുന്നത്. അടുത്ത ചോദ്യം,
1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബറൌട്ട് പർഗാന, മാറിപ്പോരുത്. ഉത്തർപ്രദേശ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചാടി മാറിപ്പോരുത്. ഏതാണ്? ബറൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഷാമലാണല്ലേ, ഷാമലാണ്. ബറൌട്ട് പർഗാന. അദ്ദേഹം അവിടുത്തെ രജപുത്ര കർഷകരെയും ഗ്രാമീണരെയും ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിപ്പിക്കുകയാണ് ഉണ്ടായതല്ലേ, അങ്ങനെയാണ്. ഇനി നാനാ സാഹിബ് നമ്മൾ കണ്ടു, കാൺപൂരിലാണ്. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിൽ കലാപത്തിൻ്റെ പ്രതീകാത്മക നേതാവായിരുന്നു. ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാണ്? ലക്നൌവിലായിരുന്നു. അടുത്തത്, പിൻ തീയതി വച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏതിനെയായിരുന്നു? ക്രിപ്സ് മിഷനെ അല്ലേ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ഡൊമീനിയൻ പദവിയൊക്കെ നൽകാമെന്ന് ക്രിപ്സ് മിഷൻ്റെ വാഗ്ദാനത്തെ ആണ് തകരുന്ന ബാങ്കിൽ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏത്? മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥമാണ് കേട്ടോ, സംക്ഷേപ വേദാർത്ഥം. ഇത് ഒരുമിച്ച് ഞാൻ കോപ്പി ചെയ്തപ്പോൾ വന്നതാണ്. ഓക്കെ, ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ ഇതിൽ സംക്ഷേപ വേദാർത്ഥം. ഓക്കെ, അടുത്തത്, നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞതാണല്ലേ, ഏതാണ്? ചൗരി ചൗര സംഭവമാണ്. 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ പ്രകടനക്കാർ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ തീയിട്ട് 22 പോലീസുകാരെ കൊലപ്പെടുത്തി അല്ലേ. അതിനെ തുടർന്നാണ് ഗാന്ധിജി സമരം പിൻവലിച്ചത്. 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാരായിരുന്നു? 1897 അമരാവതിയിൽ ആരാണ്? സർ സി ശങ്കരൻ നായരാണ് അല്ലേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക മലയാളിയാണ് സർ സി ശങ്കരൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലൊക്കെ പ്രതിഷേധിച്ച് അദ്ദേഹം വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഏത് പഠിക്കുന്നത്? നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി ആയി റിലേറ്റ് ചെയ്ത് 2026 PS ചോദിച്ച ചോദ്യങ്ങൾ. ഇനി നമുക്ക് ഇത് കൂടാണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് ബേസ് PYQൻ്റെ ഒപ്പം തന്നെ പ്രീവിയസ് ആയിട്ടുള്ള 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കി പോകാം കേട്ടോ ഈ 20 ദിവസത്തിനുള്ളിൽ. അപ്പോൾ എല്ലാവരും MCQ സെക്ഷനും കാണുക. എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. ഞാൻ അപ്പോൾ തന്നെ അത് തെറ്റാണെങ്കിലോ അല്ലെങ്കിൽ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് പറഞ്ഞു തരൂ കേട്ടോ. ചില തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്